ഹായ്, ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസിൻ്റെ അടിയിൽ അല്ലെങ്കിൽ പഴയ പോപ്പുലറായിട്ടുള്ള വീഡിയോസിൻ്റെ അടിയിലെല്ലാം കമൻറ്റ് ചെയ്യാറുണ്ട്. ഫേസ്ബുക്കിൽ വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട്, പേജിലൊക്കെ വന്നിട്ട് എന്താ വീഡിയോസൊന്നും ഇടാത്തെ, ദയവായിട്ട് വീഡിയോസ് ഇടൂ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും വഴക്ക് പറഞ്ഞൊക്കെ കമൻറ്റ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാനെന്നും ഇങ്ങനെ വിചാരിക്കും വീഡിയോ ഇടണം, പിന്നെ മടി. സത്യം പറഞ്ഞാൽ നേരത്തെ ബ്രേക്ക് എടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ അന്ന് മെഡിക്കൽ കണ്ടീഷൻസൊക്കെ വന്നു, അങ്ങനെ ഒരു മടിയൊക്കെ കാരണമായിരുന്നു. ഇപ്പം പക്ഷേ അതൊക്കെ ഓക്കെ ആയെങ്കിലും ചെറിയ മടി തന്നെ കാരണം. ശരിക്കും പറഞ്ഞാൽ മടിച്ചിരിക്കുകയാണ്, ഉഴപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് കുറേ കമൻറ്റ്സ് വന്നു, വീഡിയോ എന്താ നിർത്തിയെന്ന് പറഞ്ഞ് ബീഫ് ഫ്രൈയുടെ ഒക്കെ അടിയിൽ വന്നാണ് ഇപ്പം കമൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഒത്തിരി പേരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഞാൻ വീഡിയോ ഇടണമെന്ന്. എത്രയോ എൻ്റെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമുള്ളവർ വീണ്ടും ആ ടേസ്റ്റൊക്കെ ചില റെസിപ്പികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാമെന്ന് വിചാരിച്ചല്ലേ നിങ്ങളിങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. അപ്പം 1.5 ആഴ്ച കൊണ്ട് വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ തിരക്കും ജോലിയും കുഞ്ഞിനെ പഠിപ്പിക്കുന്ന കാര്യമൊക്കെ വെച്ച് ഞാൻ അങ്ങ് ഇച്ചിരി ഉഴപ്പുന്നതാണ്. അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ഇതങ്ങ് തഴഞ്ഞിട്ടിരിക്കുമായിരുന്നു. എനിവേ ഞാനിപ്പം ഒരു ചെറിയ നാരങ്ങ വെള്ളത്തിൽ അങ്ങ് തുടങ്ങാം ഐശ്വര്യമായിട്ടെന്ന് വിചാരിച്ച് വീണ്ടും ഒരു 3 മാസം മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ട് പോയിട്ട് പിന്നെയും ഗ്യാപ്പ് എടുത്തതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഗ്യാപ്പ് എടുക്കത്തില്ല കേട്ടോ. നാട്ടിൽ പോയി ചെയ്ത കുറേ റെസിപ്പികൾ, കുറേ ബിരിയാണി റെസിപ്പീസൊക്കെ ഇരിപ്പുണ്ട് എഡിറ്റ് ചെയ്യാൻ. എന്നാലും ഞാൻ ആദ്യം കുറച്ച് ചെറിയ റെസിപ്പീസിലൂടെ വീണ്ടും പഴയതുപോലെ തുടങ്ങിയതിന് ശേഷം അതൊക്കെ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളിനി വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. പഴയതുപോലെ ഞാൻ വീഡിയോ സ്ഥിരമായിട്ട് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോൾ കമൻറ്റ് വായിക്കാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പണ്ട് പോലെ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ നാരങ്ങ വെള്ളം നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 3 നാരങ്ങ എടുത്ത്, ചെറിയ നാരങ്ങ ആയതുകൊണ്ടാണ് 3 എടുത്തത് കേട്ടോ. അപ്പം നമുക്കിത് ഇതിലോട്ട് ഈ നാരങ്ങയുടെ തൊണ്ട് കളയണ്ട കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. എല്ലാം വേണ്ട, 1 മതി. ഇപ്പം ഞാൻ 3 നാരങ്ങ, ചെറിയ നാരങ്ങയാണ് 3 എടുത്ത്, 2 നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ പിഴിഞ്ഞിട്ടു. ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2-3 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഈ പഞ്ചസാര ഇതൊന്ന് മിക്സ് ആയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ ആ നാരങ്ങയുടെ ഞാൻ കഴുകി എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞല്ലോ, അത് ഞാൻ രണ്ടെണ്ണം, ഒരെണ്ണത്തിൻ്റെ 2 ഭാഗം അത് ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് നെടുകെ കയറി കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പുതിനയുടെ ഇല 2-3 ഒക്കെ ഇടാം. ഞാനൊരു 2 ഇടുന്നു. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് നീരോട് ഒഴിക്കുവാണ്, ഒരു തുള്ളി മതി. ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക കേട്ടോ. ഒരുപാട് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കും കേട്ടോ. ഈ തൊലിയെല്ലാം നല്ലതായിട്ട് അങ്ങ് ക്രഷാവും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങകളിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ദാഹം ഉണ്ടാകുമ്പോഴൊക്കെ സാധാരണ നാരങ്ങ വെള്ളം നമ്മൾ കുടിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇപ്പോൾ പഞ്ചസാര ഓരോരുത്തരുടെ, ചിലർക്ക് കുറച്ച് മതി, ചിലർക്ക് കൂടുതൽ വേണം, അതനുസരിച്ച് നോക്കി ചേർക്കുക. അതുപോലെ പിന്നെ ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് നീര് ഞാൻ കലക്കി വെച്ചിരിക്കുന്നവർ ചേർത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉപ്പിൻ്റെ പൊടി ചേർത്താൽ മതി. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.